നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറിന് ഇന്ന് 13 ജൂൺ 2025 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. എനിക്കൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഈ ബജാജ് ബാങ്കിങ് ഫൈനാൻസിന് ആരാണ് അനുമതി കൊടുത്തത്? ചോദ്യം ഇന്ത്യ രാജ്യത്തെ 29 സ്റ്റേറ്റ് ഗവർണർമാരോട്. ഞാൻ ചോദിക്കുന്നതിൻ്റെ പ്രത്യേക ഒരു കാരണമുണ്ട്. ഈ നാട്ടിലെ പൗരന്മാർ എല്ലാവരും എൻ്റെ മുന്നിൽ തുല്യരാണ് എന്നാണ് എൻ്റെ തോന്നൽ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നിങ്ങൾ തുല്യരാണെങ്കിൽ ഇവിടുത്തെ ചില നിയമവ്യവസ്ഥകളും തുല്യരാവണം. നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ട് 1,00,000 രൂപയുടെ മൊബൈൽ ഫോൺ സ്വന്താക്കാൻ കഴിയില്ല. ചികിത്സാ രംഗത്തെ ഇൻഷുറൻസ് നടത്തുന്നുണ്ടെങ്കിലും അത് കൊള്ളക്കാരുടെ കയ്യിലാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. കേരളവും അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അത് ഉപകരിക്കുന്ന ഒരാൾക്കും അത് കൈ കൊടുക്കണില്ല. ഇതൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ ആ വേദന അനുഭവിക്കുന്നതിൻ്റെ വായയിൽ ഒരു സ്പൂൺ പച്ചവെള്ളം ഇറങ്ങുന്ന പോലെ ഇറങ്ങണം. അതിന് ഇപ്പോൾ ഈ കമ്പനിയൊക്കെ നമുക്ക് നിരോധിക്കണം. നിലവിലുള്ള വലിയ ഫോൺ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ലൈസൻസ് കൊടുത്തതൊക്കെ പരിശോധിക്കണം. ആരാണ് ഈ ലോൺ സംവിധാനം ഇത്തരത്തിലാക്കി തീർക്കുന്നത്? 1,00,000 രൂപയുടെ ഒരു ഫോണ് ഉപയോഗിക്കേണ്ടി വരും. കാരണം വാർത്താ വിനിമയം എൻ്റെ സ്വന്തമല്ല, അതേമാതിരി ഗൂഗിൾ അക്കൗണ്ടും എൻ്റെ സ്വന്തമല്ല. പക്ഷേ ഈ നാട്ടുകാരുടെ ഓരോ ഭാഗങ്ങളും ഞാൻ കഴിഞ്ഞ 65 കൊല്ലമായിട്ട് ഈ നാടിനുണ്ടാക്കി തീർത്തിട്ടുള്ള ഒട്ടനവധി സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ എനിക്ക് വലിയ ജാതികളെ കുറ്റം പറയാം, മേനന്മാർ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമുള്ളവർ ഈ നാടിനെ കൊള്ളയടിക്കാനും നശിപ്പിക്കാനും പല പണികളും ചെയ്യാം. ഇന്നലെ ഞാനൊരു ഫോൺ ലോൺ എടുക്കാൻ വേണ്ടി ചെന്ന് എൻ്റെ കാർഡ് പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ ഇതൊന്ന് പരിശോധിച്ച് അവരെ ഇതിലിട്ടാൽ എൻ്റെ ആധാർ കാർഡ് ബ്ലോക്കാവും എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് അറിയണം കൃത്യമായിട്ട്. അതായത് ഞാനിത് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട പാർലമെൻറ്റിനോടാണ്, രാഷ്ട്രപതി ഭവനോടാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ ഈ സാധനം പരിശോധന നടത്തിയാൽ എൻ്റെ കാർഡ് ബ്ലോക്കാവുന്നതെന്ന് എനിക്കൊന്ന് അറിയണം, കൃത്യമായിട്ട് അറിയണം. എന്തെങ്കിലും പോരാ. മാത്രമല്ല ഇവിടുത്തെ ഒന്നായിട്ട് പൈസ കൊടുത്ത് വാങ്ങാൻ ഫോണെന്ന് കണ്ട മിക്ക സാധനങ്ങളും കഴിവില്ലാത്ത ഒരു ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന വകയിൽ നിന്ന് കുറേശ്ശെ കൊടുത്ത് ഇങ്ങനെ സംവിധാനം കൊണ്ടുവരാൻ ആരാണ് തടസ്സം നിൽക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഈ ബജാജ് ഫൈനാൻസിന് എന്താണ് ഇത്രയും വലിയ ചുറ്റുപാട്? KSF ജനങ്ങളുടെ പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ എന്താ അവർക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇത്ര അമിതം പലിശക്കാക്കി ഇവരെ ഇങ്ങനെ കൊള്ളയടിച്ച് ഇതാർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണേ എന്നാണ് KSFയോടും ബജാജ് ഫൈനാൻസിനോടും ഞാൻ ചോദിക്കുന്നത്. ഫൈനാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എനിക്കത് അറിയാനായിട്ട് ചോദിക്കാം. എന്താണ് ഫൈനാൻസ്? എന്താ ലോൺ? അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ 20,000 രൂപയുടെ ഫോൺ മേടിക്കാൻ 10,000 രൂപ നിങ്ങൾക്ക് അഡ്വാൻസ് തന്നിട്ട് പിന്നെ ഇതെങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും? ഈ 10,000 എങ്ങനെ കിട്ടും? അതാണുള്ള ചോദ്യം. അതേ സ്ഥാനത്ത് അവന് മാസം തോറും 500-700 ഒക്കെ അടച്ചിട്ട് ഈ സാധനം കൊണ്ടുവരാൻ പറ്റും. കിട്ടുന്നതിനനുസരിച്ചിട്ട് അടച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒരു വലിയ ലീഗൽ ബുദ്ധിമുട്ടാണ്. അതായത് ഒരുപാട് കൊള്ളക്കാർ കൂടിയിട്ട് നമ്മുടെ നാടിന് മനുഷ്യരിങ്ങനെ തിരുമ്പി പൊട്ടിക്കുക പല തരത്തിൽ. ശക്തമായിട്ട് പ്രതികരിക്കാൻ ഞാൻ ഇതിന് മാത്രമല്ല, ഈശ്വര വാര്യരുടെ നിരപരാധിത്വം, അതായത് കക്കയം ക്യാമ്പിൽ വെച്ച് രാജനെ ഉരുട്ടിക്കൊന്ന കേസിൽ ഉൾപ്പെടെ, അതായത് അതിൽ നുണ പ്രചരിപ്പിച്ചോൻ ഇന്ന് വിലസുന്നു. കേരളത്തിലെ 57-67 2-5 കൊല്ലം കേരള ജനത്തെ പട്ടിണി കടത്തിയിട്ടുള്ള ഒരു വർഗമുണ്ട്. അത് ഇവിടുത്തെ കോൺഗ്രസ് വർഗമാണ്. അതായത് അവിടേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ കാര്യം, ജനങ്ങളുടെ കാര്യം ഏൽക്കാൻ നിന്നാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആ ഭാഗത്ത് വരരുത്. ഈ നാട്ടിൽ എത്ര തൊഴിൽ സ്ഥാപനം ഉണ്ട്? ഒരു വാർഡിൽ 50 കോടി തൊഴിൽ സ്ഥാപനം എവിടെ കൊടുത്തു? നിങ്ങൾ ആർക്ക് കൊടുത്തു? എന്താണിത് കൊണ്ടുപോകാൻ കാരണം? അത് ഈ കള്ളത്തരത്തിൻ്റെയും ഈ വ്യഭിചാരത്തിൻ്റെയും കഥയല്ലേ അതിൻ്റെ പിന്നിലുള്ളത് അല്ലേ? എൻ്റെ നാട്ടിലെ മഠത്തിലെ സ്വാമി റിസർവ് ബാങ്കിൻ്റെ ഒറിജിനൽ രേഖ പ്രകാരം നോട്ടടിക്കുന്ന ആളായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് അധികാരം മറ്റുള്ളവർക്ക് വരണം. പക്ഷെ അത് ഓരോ യോഗ്യത ഉള്ളവരാണ് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുക. ഓരോരുത്തർക്ക് അതിൻ്റെ യോഗ്യത ഉണ്ടാവും. ആ യോഗ്യത വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓരോരുത്തർക്കും ഓരോ യോഗ്യത ഉണ്ട്. ഇവിടെ
ഓരോ സംവിധാനത്തിനും. പക്ഷേ അവർക്കൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് വാർത്താ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൽ അവർ കണ്ട കാര്യം പറയാൻ. ഇതിൽ ഗൂഗിൾ അവർക്കെതിരാണ്. അതുപോലെ ബജാജ് ഫൈനാൻസ് എതിരാണ്, വലിയ ഫോൺ കമ്പനി എതിരാണ്. കാരണം പറയണേ എനിക്ക്. നിങ്ങൾ കാരണം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ഇതിൻ്റെ കാരണം. കാരണം ഈ നാട്ടിലെ പൗരന്മാർ ഞങ്ങളുണ്ടാക്കിയ സാധനങ്ങൾ, ഞങ്ങളുണ്ടാക്കിയ ഫോണും വഴി നിങ്ങൾ ഉപയോഗിക്കെങ്കിൽ നിങ്ങളോടത് ലോൺ ചോദിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഞാനുണ്ടാക്കിയ ആധാർ കാർഡ് നിങ്ങൾക്ക് ഈ ആധാർ കാർഡിനെ കുറിച്ചിട്ട് വിശദം പറയാൻ എനിക്ക് അധികാരമില്ലേ ഈ നാട്ടിലെ ലെവലില്ലേ? ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ ആ കാർഡ് എങ്ങനെ ബ്ലോക്ക് ആവുന്നത്? എന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നത്? എന്താ ബജാജ് കമ്പനി ഈ ഇന്ത്യ രാജ്യത്തിന് ജനങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ടുള്ളത്? ഇവിടെ ചേരി പ്രദേശങ്ങളിൽ ചളിവെള്ളത്തിൽ കിടന്നുറങ്ങുന്നതിനെക്കുറിച്ച്, പട്ടിണി പാവങ്ങൾ കിടന്നുറങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങൾ ബജാജ് ഫൈനാൻസിന് എന്താ പറയാനുള്ളത്? എനിക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയണം. ചോദ്യം നിങ്ങളോട് തന്നെയാണ്. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് അലങ്കരിച്ചാൽ പോരാ, അതിൻ്റെ ഗുണം കിട്ടണം. എന്താ ഇക്കാലം വരെ ഇത്രയും അധികം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇവിടുത്തെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടിലേക്ക് കടന്നു ചേരാൻ നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? എന്തുകൊണ്ട് ഇവിടെ തൊഴിൽ സ്ഥാപനം ഉണ്ടായില്ല? റവന്യൂ ഉദ്യോഗസ്ഥരോടാണ് ചോദ്യം, കളക്ടർമാരോടാണ്. ഇത് പൂറ്റിലെ ഭരണസമിതിയല്ല നായകളെ, അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. പൂറ്റിലെ ഭരണസമിതിയല്ല, മനസ്സിലായില്ലേ? തെമ്മാടിത്തരം ഏത് ഭാഗത്താണെങ്കിലും ശരി, അത് നോക്കി നിൽക്കാനാവില്ല. അപ്പോൾ നമ്മൾ വന്ന് കുത്തിരുന്നാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ക്ലിയർ ചെയ്യേണ്ട ബാധ്യത നമ്മുടെയാണ്. അത് നിങ്ങൾ ചിന്തിക്കണം നാറികളെ.